പ്ലേറ്റിന്റെ അടിയിൽ വെറുതെ കിടന്ന് ഇങ്ങനെ അടിക്കുന്നതല്ല, ജസ്റ്റ് നമ്മൾ ആ ഒരു ഉണ്ടാക്കിയ സാധനം ചെറിയൊരു ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാലും ഞാൻ വഴിയെ തന്നെ പറയാം, രാവിലെ എണീച്ചോണ്ടേ തന്നെ നമ്മൾ നേരെ ജിമ്മിൽ കയറി. എന്താണെന്നറിയില്ല, ജിമ്മിൽ കയറി തന്നെ ഭയങ്കരമായിട്ട് എനർജി ഫീൽ ആയിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ഹെവി ആയിട്ട് തന്നെ ബാക്ക് വർക്കൗട്ട് ചെയ്തു. മാക്സിമം ഫെയിലിയർ വരെയാണ് പോകുന്നത്. അതുപോലെ ആംസിന്റെ വർക്കൗട്ടൊക്കെ ഒന്ന് അടിച്ച് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ആംസിന്റെ ഒരു 3 വർക്കൗട്ട് കൊടുത്തിട്ടുണ്ട്, അതിന്റെ കൂടെ കുറച്ച് 4 ആംസിനും ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ വർക്കൗട്ടും കഴിഞ്ഞ് നേരെ നമ്മൾ ഇറങ്ങി. ജിമ്മിൽ നിന്ന് ഇറങ്ങി റൂമിൽ എത്ര തന്നെ ഒരു 5 മുട്ട ഒരു പഴം എടുത്തിട്ട് നേരെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി. രാവിലത്തെ എന്റെ മീലിൽ കാർബും പ്രോട്ടീനും ഫൈബറും എല്ലാം ഞാൻ സെറ്റ് ആക്കിയിട്ടാണ് കഴിക്കുന്നത്. രാവിലത്തെ മീലെല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിച്ച ശേഷം കഴിച്ച പാത്രം എല്ലാം കഴുകി വെച്ചിട്ട് നേരെ നമ്മൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഡ്രസ്സും മാറി നമ്മൾ ഇറങ്ങി. നേരെ ലിഫ്റ്റ് കയറി താഴെ ഇറങ്ങി നമ്മൾ നേരെ ബസ്സിൽ കയറി. ഇന്ന് വലിയ ബ്ലോക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു 20-25 മിനിറ്റ് നമ്മൾ ഹോട്ടലിൽ എത്തിയായിരുന്നു. പിന്നെ നേരെ വന്നോണ്ട് തന്നെ ലോണ്ടറി പോയി നമ്മളെ യൂണിഫോം എല്ലാം മാറി നേരെ നമ്മൾ കിച്ചണിൽ കയറി. കിച്ചണിൽ കയറിയിട്ട് തന്നെ കുറച്ച് മിസംബ്ലാസ് ഒക്കെ തയ്യാറാക്കി ഉണ്ടായിരുന്നു. ഇന്ന് ജോലി കംപ്ലീറ്റ് ചെയ്ത അവിടുത്തെ സ്ഥലം മൊത്തം വൃത്തിയാക്കിയിട്ടുണ്ട്. അതാണ് നമ്മുടെ ഷെഫുമാർ പഠിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ് നമ്മൾ ചെറുതായിട്ടൊരു ട്രെയിൽ ഒരു ഫുഡ് ഉണ്ടാക്കിയായിരുന്നു. ഓൺ റെസിപ്പി വെച്ച് ജസ്റ്റ് ഒന്ന് ഷെഫുമാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ടേസ്റ്റ് ചെയ്തപ്പോൾ അതെന്തായാലും കംപ്ലീറ്റ് ചെയ്തു. ജോലിയെല്ലാം കഴിഞ്ഞ് ഷിഫ്റ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത നേരെ ഡ്രസ്സും മാറി ഇറങ്ങി. നേരെ നമ്മൾ അടുത്ത ബസ്സും പിടിച്ച് അക്കോമഡേഷൻ സ്ഥലത്ത് എത്തിയിട്ട് കുറച്ച് ചിക്കനും കുറച്ച് മുന്തിരിയും കഴിച്ചിട്ട് നേരെ കിടന്നുറങ്ങി. ഓക്കെ, ബൈ.